ഈ പറയുന്ന 1-4 പേര് വീണ്ടും തൊട്ടടുത്തുള്ള സ്കൂളാണ്, ലോക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാങ്ങാണ്, ചെറിയ 15 പേര് 20 പേരൊക്കെ ഒരു ക്ലാസ്സിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിലൊരു പെൺകുച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാൻ. അപ്പോൾ 4ാം ക്ലാസ്സിൽ ഞങ്ങൾ അടുപ്പിച്ച് ഒറ്റ ബെഞ്ചിലിരിക്കുന്നു. അന്ന് ഈ മിക്സ് ചെയ്യും കുഴപ്പമില്ല 4 പേരെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, ആൺപിള്ളേരും പിള്ളേരും ഗ്യാങ്. അതിലൊരു പെൺകുച്ചിയുടെ ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ ഈ 4ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് വെക്കേഷൻ കഴിഞ്ഞാൽ അടുത്തത് വേറെ സ്കൂളിൽ പോകണം, 5ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെ വലിയൊരു സ്കൂളുണ്ട്, അതും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാനിവിടെ ആയിരിക്കും പോകുന്നത്, കാരണം എൻ്റെ ചേട്ടൻ അവിടെ 2 വർഷം മൂത്ത ചേട്ടൻ അവിടെ പഠിക്കുന്നത്, പുള്ളി അവിടെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ഞാൻ അവിടെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരി ഇവിടെ വീടിൻ്റെ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ സ്ഥലത്ത്, അവൾക്ക് അവിടുന്ന് അങ്ങോട്ട്, എൻ്റെ വീട് ഇവിടെ ഇരിക്കുന്നു, ടൗണിന് തൊട്ടടുത്ത് എനിക്ക് സ്കൂളുണ്ട്, എനിക്ക് സൗകര്യം ചെയ്താൽ അവളെ ഈ സ്കൂളിലാണ് ചേർത്തത് ഇപ്പുറത്തുനിന്ന്. ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് വേറെ സ്കൂളിൽ വേണേൽ ചേർക്കാം. അപ്പോൾ വെക്കേഷനായപ്പോൾ ഇവൾ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി, അനീസ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, എനിക്കിവിടെ പഠിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ മർത്തോമ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഇവൾ വഴക്കുണ്ടാക്കി. എനിക്ക് വഴക്കൊന്നുമില്ല, എന്നെ ഇവിടെ ചേർക്കത്തുള്ളൂ, കാരണം വീട്ടിൽ നടന്നു പോകുന്ന ദൂരത്തിലായി സ്കൂൾ കിടക്കുന്നത്. വീട്ടിൽ കുറേ വഴക്കുണ്ടാക്കി. ആ വഴക്കിൽ സമരത്തിൻ്റെ ഒടുവിൽ അവൾ സമ്മതിപ്പിച്ച് വീട്ടുകാരെ കൊണ്ട്, ഇവർ അപ്പുറത്തെ ഡിറക്ഷനിലുള്ള വേറെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇവർ സമ്മതിപ്പിച്ച് ഇവിടെ പഠിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുത്തു. ആ സ്കൂളുകാർക്ക് എന്തോന്ന് അനീസും കൂട്ടുകാരിയും അവർ അഡ്മിഷൻ എടുത്ത് ഷഫിൾ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ 5Aയിൽ അവൾ 5Bയിൽ. ഇവൾ ഇവിടെ വന്ന കാര്യം ഞാൻ കാണണമെങ്കിൽ ഒരു ഇൻ്റർവെൽ സമയത്ത് ഞാൻ പുറത്തിറങ്ങി പെണ്ണുങ്ങളെ നോക്കിയാലേ ഞാൻ അവളെ കാണത്തുള്ളൂ. എനിക്കപ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൽ വരാൻ കിട്ടില്ല. ഞാൻ ഭയങ്കര, ഞാൻ അന്നത്തെ പോലെ അന്നും ഞാൻ പുതിയ ആൾക്കാരൊന്നും ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ, നമ്മൾ മൂവ് ഓൺ ചെയ്യണമല്ലോ. ആ കുട്ടി അപ്പുറത്തെ ക്ലാസ്സിലായിപ്പോൾ എൻ്റെ സുഹൃത്താണ്, എനിക്ക് ഞങ്ങളെ കാണണമെങ്കിൽ ഇൻ്റർവെൽ വരണം. ഇതാണെങ്കിൽ ക്ലാസ്സിൽ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുണ്ട്, ഞാനിവിടെ ചില്ലാണ്. ഇവളാണെങ്കിൽ ഇത്തിരി ക്ലാസ്സിന് എന്തെങ്കിലും പുറത്തിറങ്ങത്തില്ല. 5ാം ക്ലാസ്സിൽ അവൾ Bയിൽ, ഞാൻ Aയിൽ. 6ാം ക്ലാസ്സിൽ ഞാൻ Aയിൽ, അവൾ Bയിൽ. 7ാം ക്ലാസ്സിൽ ഞാൻ Bയിൽ, അവൾ Aയിൽ. 8ാം ക്ലാസ്സിൽ ഞാൻ Aയിൽ, അവൾ Bയിൽ. 9ാം ക്ലാസ്സിൽ ഞാൻ Bയിൽ, അവൾ Aയിൽ. 10ാം ക്ലാസ്സിൽ Aയിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നു. 5 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു തവണ പോലും അവളോട് മിണ്ടിയിട്ടില്ല. ഞങ്ങൾ റാൻഡംലി, ഞാൻ പെൺപിള്ളേരുടെ കൂടെ നടന്നു പോകുമ്പോൾ അവളിങ്ങനെ അതുവഴി നടന്നു, അവൾ മിണ്ടാതെ പോകും, ഞാനും മിണ്ടാതെ പോകും. ഒരു 5 വർഷം അവൾ എനിക്ക് വേണ്ടി സ്കൂളിൽ വന്നിട്ട് ഞാൻ മിണ്ടാതെ അവോയ്ഡ് ചെയ്തതിൻ്റെ വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ മനസ്സിൽ വെച്ച് ആരോടും പറയാതെ അവൾ ഇന്ന് വീട്ടിൽ പോകണം. അനീസിന് വേണ്ടി വന്നത് അവൾ, അനീസിൻ്റെ ഫ്രണ്ടായിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ മിണ്ടത്തില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇവളിത് വന്നത് വഴക്കുണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല, ഇവൾ വന്ന കാര്യം എനിക്കറിയാം. പക്ഷെ ഞാനപ്പോഴത്തേക്ക് മൂവ് ഓൺ ആയി, ഞാൻ അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലായിപ്പോയി. ഇപ്പോൾ വേറെ ക്ലാസ്സിലെ കുട്ടിയെ ഞാൻ എങ്ങനെ പോയി, എനിക്ക് അങ്ങനെ എന്തോ ഇൻഹിബിഷൻ കൊണ്ട് ഞാൻ എന്തോ കാരണം കൊണ്ട് എനിക്കിപ്പോഴും അറിയില്ല എന്താണ് ശരിക്കും ഞാൻ അവളോട് മിണ്ടാത്തെന്നുള്ളത്. എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നത്. 10ൽ ക്ലാസ്സിൽ വന്നപ്പം ഞാൻ ക്ലാസ്സിൽ വന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് വലിയ കാര്യമായിട്ടില്ല, ആ പെൺകുട്ടികളുടെ ഈ സാധനം ഇട്ടു, വലിയ മൈൻഡൊന്നും ഇല്ലാതിരുന്നു. പിന്നെ ഞാൻ വേറെ 1-2 ആഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്ന് പറഞ്ഞു, നിനക്ക് എന്നോടിപ്പം ഇപ്പോൾ ഒക്കെ മിണ്ടാൻ സമയമുണ്ടല്ലോ, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മിണ്ടാൻ സമയമില്ലെന്ന്. എന്നിട്ടൊരു 5 വർഷത്തെ വിഷമത്തിൻ്റെ കെട്ട് എന്നോട് അഴിച്ചു. ഉയ്യോ, ഞാൻ തകർന്നു പോയി.